മുകേഷ് പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ നടി രഹസ്യമൊഴി നൽകി. ആവശ്യമായ തെളിവ് സഹിതം വിശദീകരിച്ചാണ് മൊഴി നൽകിയത്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നടി. മറ്റുള്ളവർക്കെതിരായ ആരോപണങ്ങളിൽ വരും ദിവസങ്ങളിൽ രഹസ്യമൊഴി നൽകുമെന്നും നടി പറഞ്ഞു. പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റമില്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആർജവം എനിക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന ഏതെങ്കിലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വന്നാൽ ഏത് പ്രമുഖനായാലും അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്നൊരു ആർജവത്തിനാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് ഞാൻ ഈ പരാതിയുമായി ഞാൻ ഇറങ്ങിയത്. ഇനി എന്നോടൊന്നും ചോദിക്കരുത്, കാരണം ഇപ്പൊ കേസ് എടുത്തല്ലോ. ഇനി എനിക്ക് ഒന്നും പറയുന്നത്, ഇനി എന്തെങ്കിലും പറഞ്ഞാണല്ലോ അത് കേസിനെ ബാധിക്കും. അപ്പൊ ഇനി തൊട്ട് എല്ലാം നിയമത്തിന്റെ കയ്യിലാണ്. ഓക്കെ. സൈഫുനിസ അലിയാർ നൽകും കൂടുതൽ വിവരങ്ങൾ. സൈഫുനിസ അലിയാർ, പുറത്ത് മാധ്യമങ്ങളിലൂടെ വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം രഹസ്യമൊഴിയുമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ നടി സൂചിപ്പിക്കുന്നത്? തീർച്ചയായും സുജയ, മരട് പോലീസ് സ്റ്റേഷനിൽ മുകേഷ് MLA-ക്കെതിരെ എടുത്തിരിക്കുന്ന കേസിലാണ് നിലവിൽ ഈ പരാതിക്കാരിയായ നടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 8-ൽ എത്തിയാണ് രഹസ്യമൊഴി നൽകിയത്. വൈകിട്ട് ഒരു 3:15 കൂടിയാണ് നടി കോടതിയിൽ എത്തിയത്. 3:40 കൂടി രഹസ്യമൊഴി എടുക്കൽ നീണ്ടു. അത് ഏകദേശം 3 മണിക്കൂറോളം നീണ്ടിട്ടുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ആരോപണങ്ങളിലും പരാതികളിലും ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാചകങ്ങളാണ് തനിക്ക് ധൈര്യം നൽകിയത്. മുകേഷിനെതിരായ പരാതിയിൽ മാത്രമാണ് ഇപ്പോൾ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരായ പരാതി മറ്റ് പോലീസ് സ്റ്റേഷനുകളിലാണുള്ളത്. അത് അതാത് സ്റ്റേഷനുകളിലെ പോലീസിന്റെ ഒരു സമയവും സൌകര്യമെല്ലാം അനുസരിച്ചാകും രഹസ്യമൊഴി നൽകുന്ന ദിവസം തീരുമാനിക്കുകയുള്ളൂ. നിലവിൽ മുകേഷിനെതിരെ രഹസ്യമൊഴി നൽകിയിരിക്കുന്നു. ഇനി ഈ കാര്യത്തിൽ അന്വേഷണം വേഗത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ മറ്റ് കേസുകളിൽ കൂടി രഹസ്യമൊഴി നൽകുകയും ചെയ്യും.